സുഗമദേവി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നന്ദനെ നിർബന്ധിച്ച് കേക്ക് കട്ട് ചെയ്യാനായിട്ട് വിളിപ്പിക്കുന്നുണ്ട്. പ്രകാശനാണെങ്കിൽ നന്ദനോട് പറയുകയാണ് കേക്ക് കട്ട് ചെയ്യടാന്ന്. ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട് ആ ഗുണ്ടകളോട് ഏൽപ്പിക്കുന്നു. ശേഷം നന്ദൻ കേക്ക് കട്ട് ചെയ്യുകയാണ്. കേക്ക് കഴിക്കാനായിട്ട് വിസമ്മതിക്കുമ്പോൾ പ്രകാശ് നന്ദന്റെ വായിലേക്ക് കേക്ക് കുത്തിത്തിരികെ കൊടുക്കുകയാണ്. അങ്ങനെ നന്ദൻ അതൊന്നും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. അവനാണെങ്കിൽ ദേഷ്യത്തോടെ അകത്തേക്ക് കയറിപ്പോകുന്നു. അങ്ങനെ ദേവികയാണെങ്കിൽ നന്ദന്റെ കഴിഞ്ഞ പിറന്നാൾ ആഘോഷങ്ങളൊക്കെ ഓർത്ത് ആകെ വിഷമിച്ചിരിക്കുമ്പോൾ അവിടേക്ക് ശാരിക വരുന്നുണ്ട്. എന്താ ചേച്ചി, നന്ദേട്ടൻ്റെ ചാറ്റൊക്കെ എടുത്ത് നോക്കുമ്പോൾ തന്നെ മനസ്സിലായി എനിക്ക്. ചേച്ചി ഇങ്ങനെ ഓരോന്ന് ആലോചിച്ച് വിഷമിക്കാതെ ഒന്ന് കിടക്കാൻ നോക്ക്. അല്ലടി, എന്നാലും നന്ദു പാവം ഇപ്പോൾ എവിടെയായിരിക്കും? ഞാൻ പറഞ്ഞല്ലോ ചേച്ചി, മനസ്സിന് ആദ്യം ധൈര്യം കൊടുക്ക്. നന്ദേട്ടൻ എവിടെയാണെങ്കിലും നന്നായിട്ട് ഇരിക്കുന്നുണ്ടാവുമെന്ന് വിചാരിക്കാം. പിന്നെ നന്ദേട്ടനുമായിട്ടുള്ള പഴയ കാലങ്ങൾ ഓർത്ത് ചേച്ചി സുഖമായിട്ടൊന്ന് കണ്ണടയ്ക്കാൻ നോക്ക്. ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ഉറങ്ങാൻ പറ്റുമായിരിക്കും. നാളെ രാവിലെ ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ ഞാനും വരാം. നന്ദേട്ടന് വേണ്ടിയിട്ട് എനിക്ക് പ്രാർത്ഥിക്കണമെന്നൊക്കെ പറഞ്ഞ് ദേവികയെ ധൈര്യം കൊടുക്കുമ്പോൾ, നീയാണ് ഇപ്പോൾ എൻ്റെ ഏറ്റവും വലിയ ധൈര്യം എന്നൊക്കെ പറയുമ്പോൾ, എങ്കിലേ ഈ തോളിലേക്ക് ചാഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ശാരികയാണെങ്കിൽ കളിയാക്കുന്നു. അങ്ങനെ അവിടെ നിന്നും ഷാരി പോകുന്നുണ്ട്. പുറകെ തന്നെ ചേച്ചി എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. ശേഷം ഋഷിയാണെങ്കിൽ നല്ല ഉറക്കം. അവിടേക്ക് പ്രകാശ് വരുന്നുണ്ട്. ഹലോ ഋഷിക്കുട്ട, എഴുന്നേൽക്കടാ എന്ന് പറഞ്ഞുകൊണ്ട് നിലവിളിക്കുമ്പോൾ ഋഷിയാണെങ്കിൽ പെട്ടെന്ന് ഞെട്ടി എഴുന്നേൽക്കുകയാണ്. എന്താ, പേടിച്ചു പോയോ? ഉറക്കം ശല്യം ചെയ്തോ? എന്താ നിങ്ങൾക്ക് വേണ്ടത്? എന്താ നിങ്ങളുടെ ആവശ്യം? എന്നാലേ ഇതാ ഈ കേക്ക് കഴിക്കുക. എനിക്ക് വേണ്ട. കഴിക്കട കേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യത്തോടെ ആ കേക്ക് അങ്ങ് കഴിപ്പിക്കുകയാണ്. ഇത് ആരുടെ കേക്കാണെന്ന് അറിയോ? നന്ദന്റെ പിറന്നാൾ ആഘോഷത്തിനായിട്ട് മുറിച്ച കേക്കാ. നന്ദൻ തന്നു വിട്ടതാ. നിങ്ങൾ എന്തിനാ എനിക്ക് നന്ദനും ഇടയിൽ കിടന്ന് കളിക്കുന്നത്? നന്ദൻ നിങ്ങളുടെ സുഹൃത്തല്ലേ? എന്താ ഉദ്ദേശം നിങ്ങൾക്കുണ്ടെന്ന് പറയുമ്പോൾ, ആ ഉദ്ദേശം എന്താന്ന് പറയാനായിട്ടില്ല, പക്ഷേ കൃത്യമായിട്ടുള്ളൊരു ഉദ്ദേശം എനിക്കുണ്ടെന്നിങ്ങനെ ഋഷിയോട് പ്രകാശ് പറയുന്നു. അങ്ങനെ അതിരാവിലെ തന്നെ ദേവികയാണെങ്കിൽ കുളിച്ച് അമ്പലത്തിലേക്ക് പോവുകയാണ്. എന്നിട്ട് തിരിച്ചെത്തുമ്പോൾ ശാരിക പറയുന്നുണ്ട്, ദേ എത്തിയല്ലോ. ചേച്ചി എന്താ എന്നെ വിളിച്ചില്ല? എടി നീ നല്ല ഉറക്കമായിരുന്നു. ആ, അതെങ്ങനെയാ? നല്ല ഉറക്കാ രാവിലെ. രാത്രി മുഴുവനും എഴുതലും കുത്തലും കുറിക്കലൊക്കെ അല്ലേ ചേച്ചി? എന്തായി, പ്രാർത്ഥിച്ചോ? പ്രാർത്ഥിച്ചു. ചേച്ചി പേടിക്കാതിരിക്കുക. നന്ദേട്ടനെ നമുക്ക് കണ്ടെത്താൻ കഴിയും. ധൈര്യത്തോടെ ഇരുന്നാൽ മാത്രം മതി. ആ ഇസബല്ലയും കെവിനും ഒക്കെ തന്നെ ക്രിമിനൽസ് ആണ്. അവർക്കൊക്കെ തക്കതായിട്ടുള്ള ശിക്ഷ തന്നെ വാങ്ങിക്കൊടുക്കണമെന്നൊക്കെ പറയുമ്പോൾ, എടി നിന്നെപ്പോലെ ആയി തന്നെ ഞാൻ ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ എത്ര നന്നായേനെ. എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. നിന്നെപ്പോലെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പെൺകുട്ടി ആയാൽ മതിയായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ, ദേ ഇത് കേട്ടാൽ മതി. എന്തായാലും ചേച്ചി പേടിക്കണ്ട. ദേ എന്ത് കരുതിയിട്ട് അടുത്തൊന്നും നിൽക്കരുത് എന്നിങ്ങനെ രാധിക വാണിംഗ് ചെയ്യുമ്പോൾ, ഓ പെൺകുട്ടിയല്ലേ, അതുകൊണ്ട് അടങ്ങി ഒതുങ്ങിയിരിക്കണം എന്നൊക്കെയാണ് അമ്മ പറയുന്നത്. ചേച്ചി ഇതൊന്നും കേൾക്കല്ലേ, വന്നേന്ന് പറഞ്ഞുകൊണ്ട് ദേവികയുമായിട്ട് ശാരിക അങ്ങോട്ട് പോവുകയാണ്. അങ്ങനെ മുരളിയോട് ഗൗരി ചോദിക്കുന്നുണ്ട്, അല്ല മുരളിയേട്ടാ, ഇന്നിപ്പോൾ ജോലിക്കൊന്നും പോട്ടെ? ആ, ഇന്നിപ്പോൾ ഉച്ചവരെ പോട്ടെന്നാ പറയുന്നത്. ദേവിക വിളിക്കാമെന്ന് പറഞ്ഞു. എന്തോ ശാരിക്ക് കല്യാണം ആലോചിക്കുകയാണെന്നൊക്കെ തോന്നുന്നത്. അല്ല, മുരളിയേട്ടനോട് ഇപ്പോൾ കാര്യമായിട്ടൊന്നും പറയുന്നില്ലേ? ഇല്ല, ഒന്നും പറയാറില്ല. എല്ലാം നടന്നു കഴിഞ്ഞാൽ പറയും. എന്നൊരു സ്പേസിൽ വെച്ചിരിക്കുകയാണെന്നൊക്കെ മുരളി പറയുന്നു. അങ്ങനെ ഭാർഗവി ആണെങ്കിൽ പ്രഭാവതിയോട് പറയുന്നുണ്ട്, പ്രഭകുഞ്ഞെ ഇനി കുഞ്ഞിവിടെ ഇരിക്കണ്ട, വന്നേ എൻ്റെ വീട്ടിലേക്ക് പോവാം. അയ്യോ, അതെന്താ ഭാർഗവി അങ്ങനെ പറയുന്നേ? വേണ്ട, ഇവിടെ ഇരുന്നാലേ കുഞ്ഞ് ടെൻഷൻ അടിച്ച് എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. വാ, നമുക്ക് എൻ്റെ വീട്ടിലേക്ക് പോയിട്ട് കുറച്ച് ദിവസം ഇരിക്കാം. പറ്റില്ല, നന്ദൻ എപ്പോഴും അങ്ങോട്ട് വരുന്നതെന്ന് പറയാൻ പറ്റില്ല. ആ സമയത്ത് ഞാനിവിടെ വേണം. ഇന്നലെ രാത്രി പോലും ഞാൻ ഫുഡുമായിട്ട് നന്ദൻ്റെ റൂമിലേക്ക് പോയി. അവനില്ലാത്ത കാര്യം അവിടെ ചെന്നപ്പോഴാണ് ഞാൻ അറിഞ്ഞു. ഇടയ്ക്കിടയ്ക്ക് എൻ്റെ മോനെ ഞാൻ പേരെടുത്ത് വിളിക്കും. അതിനൊക്കെ ഈ വീട്ടിൽ ഞാൻ വേണം. അവൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പ്രഭാവതിയാണെങ്കിൽ വിഷമിക്കുന്നു. കുഞ്ഞിൻ്റെ ഈ വിഷമം കണ്ടു നിൽക്കാനായിട്ട് കഴിയുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ, സാരല്ല, ഞാൻ സഹിച്ചോളാം എന്നൊക്കെ പറഞ്ഞ് പ്രഭാവതി സ്വയം സമാധാനിപ്പിക്കുകയാണ്. ശേഷം അരുന്ധതിയാണെങ്കിൽ കെവിനെ കണ്ട് സംസാരിക്കുന്നുണ്ട്. കെവിൻ, സത്യം പറ, നീ ആ ഇസബലയുടെ വലയിൽ കുടുങ്ങിപ്പോയതല്ലേ? അവൾ ശരിക്കും ഒരു ക്രിമിനൽ ആണെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായതാണ്. കെവിൻ, എവിടെയാ ആ ഇസബല ഋഷിയെ മാറ്റി വെച്ചിരിക്കുന്നത്? പറയേ. ഞാൻ ആരോടും പറയില്ല. എനിക്ക് എൻ്റെ മോനെ കാണണമെന്നൊക്കെ പറയുമ്പോൾ, അയ്യോ കർത്താവേ, ഞാൻ എന്താ ഈ ആൻറ്റിയെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്? എനിക്കറിയില്ല ആൻറ്റി, ഞങ്ങൾക്ക് അറിയാത്ത കാര്യമാണ്. ഇസബല എൻ്റെ വെറും സുഹൃത്ത് മാത്രമാണ്, അല്ലാതെ ഞങ്ങൾ ക്രിമിനൽസ് ഒന്നല്ലെന്ന് പറയുമ്പോൾ, അല്ല, എന്തൊക്കെയോ മറയ്ക്കുന്നുണ്ട്. എനിക്കാകെ ഭ്രാന്ത് പിടിക്കുന്നുണ്ട്. എനിക്ക് എൻ്റെ മോനെ കാണണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സംസാരിക്കുമ്പോൾ കെവിൻ്റെ ഫോണിലേക്ക് ദേവിക വിളിക്കുകയാണ്. കെവിൻ ആണെങ്കിൽ ഒന്ന് പരുങ്ങുന്നുണ്ട്. ആരാ വിളിക്കുന്നത്? ഇസബലയാണോ? അല്ല ആൻറ്റി. ഫോണ് വേഗം തന്നെ തട്ടിപ്പറിക്കുകയാണ് അരുന്ധതി. എന്നിട്ട് നോക്കുമ്പോൾ ദേവിക. ഓ, ദേവിക്ക് എന്തിനാ കെവിനെ വിളിക്കുന്നത്? അറിയില്ല ആൻറ്റി. അല്ല, എന്തോ ഒരു ഗൂഢാലോചനയുണ്ട്. ചന്ദ്രവത്ത് വീട്ടുകാരും കെവിനും തമ്മിൽ. എൻ്റെ മോനെ മാറ്റി വെച്ചിരിക്കുകയാണോ? ഫോൺ എടുക്ക്, ലൗഡ് സ്പീക്കറിലിടുന്നൊക്കെ പറഞ്ഞുകൊണ്ട് കെവിന് നിർബന്ധിക്കുകയാണ്. അങ്ങനെ കെവിനാണെങ്കിൽ ഫോൺ ലൗഡ് സ്പീക്കറിലിടുന്നുണ്ട്. കെവിൻ ഇപ്പോൾ എവിടെയാണെന്ന് ദേവി ചോദിക്കുമ്പോൾ, ഞാനിപ്പോൾ പുറത്താണ്. എങ്കിൽ എത്രയും പെട്ടെന്ന് എൻ്റെ വീട്ടിലേക്കൊന്ന് വരണം. ഒരു കാര്യത്തെക്കുറിച്ച് സീരിയസ് ആയിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്താ ദേവി കാര്യം? കെവിൻ വീട്ടിലേക്ക് വാ എന്ന് പറഞ്ഞുകൊണ്ട് കട്ട് ചെയ്യുകയാണ്. അങ്ങനെ കെവിനാണെങ്കിൽ ആകെ വല്ലാതെയാവുന്നുണ്ട്. ഇത്രയ്ക്കും
നന്നായിട്ട് സംസാരിക്കണമെങ്കിൽ ഇത് ദിവസങ്ങൾക്ക് ശേഷമുള്ള വിളിയൊന്നല്ല. എന്തോ ഉദ്ദേശമുണ്ട് നിങ്ങൾക്ക്? എന്തിനാ ദേവിക നിന്നെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുന്നത്? എന്തായാലും നീ പോ, എനിക്കറിയണം എന്താ നിങ്ങൾ സംസാരിച്ചെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അരുന്ധതി ദേഷ്യപ്പെടുന്നു. അങ്ങനെ കേവിനാണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ തകർന്നു പോകുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. കാത്തിരിക്കാം നാളത്തേക്ക് എഴുതിയ എപ്പിസോഡിനായിട്ട്.